മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ അമേരിക്കയിൽ പോകാൻ പാടില്ല. ഇതേ പണി മുമ്പ് ചെയ്താണ്. സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം, മരിക്കുന്നതിന്റെ തലേ ദിവസം, മരിച്ച ദിവസം ആ ബോഡി AK സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല. തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി 5 മിനിറ്റ് AK സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത്. കണ്ണൂർ അതെത്തി ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ്. കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ആ യാത്ര ഒരു ദിവസം മാറ്റിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനു പോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിലാഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ്. ആ ടീം ഇപ്പം ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ, നമ്മളാരും അന്തം വിട്ടൊരു കാര്യമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം, സഖാക്കൾ ഇത് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പിണറായി സൈതാണ്. ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും, ഇത് സ്വേച്ഛാധിപത്യം കൂടിയാണ്. ഇന്ന് അദ്ദേഹം പോകുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക, ചികിത്സിക്കാൻ എന്തായാലും ഇല്ല. ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക. അപ്പോഴാണ് മൂപ്പരെ ബീമ്പ് പറച്ചിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക. ശ്രീലങ്കനോടൊന്ന് കോമ്പീറ്റ് ചെയ്താൽ മതി. പട്ടിണി രാജ്യ. അവിടെ ഈ ഗതികേട് ആരുടെ തലയിലേക്കും കെട്ടിടം പൊളിഞ്ഞു വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ പുകമറകൾ സൃഷ്ടിക്കുക, ഊതി വീർപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അത് പ്രചരിപ്പിക്കുക, അതല്ലേ വസ്തുത. ഇതിലേറെ എത്രയോ ബെറ്റർ അല്ലേ തമിഴ്നാട്ടിൽ? നിങ്ങളത് പോയി നോക്കൂ. കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത്? ഊന് പോലെ പൊട്ടിമുളക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ. എന്തേ തമിഴ്നാട്ടിൽ അതില്ലാത്തത്? ഇവിടുന്ന് ഇപ്പൊ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി നോക്കൂ. ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്കില്ല. ക്ലിനിക്കില്ലാത്ത 2 MBBS ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ?